ഷിരൂരിൽ അർജുനായുള്ള ദൗത്യത്തിലൊരു പ്രതിസന്ധി വന്നിരിക്കുന്നു. ഇപ്പോഴേതായാലും തിരച്ചിൽ ഏതാണ്ട് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ 22-ാം തീയതി ഡ്രഡ്ജർ എത്തിയ ശേഷം മാത്രം തിരച്ചിൽ എന്നതാണ് അറിയാൻ കഴിയുന്നത്. അർജുൻ്റെ ബന്ധു ജിതിനുണ്ട്. എന്താണ് ജിതിന് കിട്ടുന്ന വിവരം? തീർച്ചയായിട്ടും ഇന്നു മുതൽ താൽക്കാലികമായിട്ട് തിരച്ചിൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയ അറിവ് അങ്ങനെയാണ്. 22-ാം തീയതി ഈ തിരച്ചിൽ പുനരാരംഭിക്കും എന്ന രീതിയിലുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി മഞ്ചേശ്വരം MLA എന്നെ വിളിച്ച് നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കുകയുണ്ടായി. അവർ പറഞ്ഞ കാരണം കറക്റ്റാണ്. ഈ ഡൈവിംഗ് ഇനിയൊരു പ്രായോഗികമല്ല ഈ സാഹചര്യത്തിൽ എന്നാൽ പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ അതിലൊരു ടൈമിംഗ് കാലതാമസം എടുക്കുന്നുണ്ട്. ഓരോ മരങ്ങൾ കയറ്റി മുകളിൽ എത്തിക്കാനും ഇത്രയും സംവിധാനങ്ങളെല്ലാം അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരു കാലതാമസം അതിന് വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രഡ്ജർ എത്തിക്കുമെന്നുള്ള ഒരു കാര്യം നമുക്ക് ആദ്യം ഗവൺമെൻറ് ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ജില്ലാ ഭരണകൂടം ആണെങ്കിലും ഇവിടുത്തെ ശ്രീ സതീശ് MLA സാർ ആയാലും ആ ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രകാരം കുറച്ചുകൂടി ഈ തിങ്കളാഴ്ച വരും എന്നൊരു ഉറപ്പായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. എന്നിരുന്നാൽ കൂടിയും അതിൽ നിന്നും കുറച്ചുകൂടി ഒരു കാലതാമസം വരുന്നതായി നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ആ മെഷീൻ എത്തിക്കഴിഞ്ഞാൽ തിരച്ചിൽ ഒന്നുകൂടി ഫാസ്റ്റായിട്ട് നടക്കുകയും ആ വണ്ടിയുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വാസം. ഡ്രഡ്ജർ ഇവിടെ എത്തിക്കുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഇതൊന്ന് ഈ മണ്ണൊക്കെ മാറ്റി അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം കണ്ടെത്താൻ കഴിയുമെന്നാണ് അവരെന്തെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ മഞ്ചേശ്വരം MLA എന്നോട് പറഞ്ഞത് 21-ാം തീയതി രാത്രി അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. 22-ാം തീയതി മുതൽ ഈ പ്രവർത്തനം പുനരാരംഭിക്കും എന്ന രീതിയിലാണ് എന്നോട് പറഞ്ഞത്. ആ ഉറപ്പാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. ഡ്രഡ്ജർ എത്തിച്ചാൽ വേഗത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. തീർച്ചയായിട്ടും 1-2 ദിവസം കൊണ്ട് ഇതിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കി മാറ്റാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഒരു വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നം ഇപ്പം നിലനിൽക്കുന്നുണ്ടല്ലേ? ഈ പുഴയിൽ വെളിച്ചമില്ല അല്ലെ? ഈ കലങ്ങിയ വെള്ളമാണ്. അപ്പോൾ അത് ഡൈവർമാർക്കൊരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ടെന്ന് അവർ പറയുന്നു. അവർ തന്നെ അത് ഇന്നലെ സ്ഥിരീകരിച്ചല്ലോ, അവർക്കൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ഈ കലക്ക് 4-5 ദിവസം കൊണ്ട് ഇത് ചിലപ്പം ഇന്നൊക്കെ ഒരു മഴയുടെ സാഹചര്യമാണ് നിലവിൽ ഇവിടെയുള്ളത്. തീർച്ചയായിട്ടും അതിനൊരു മാറ്റവും പ്രതീക്ഷിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു 4 ദിവസം, ഇന്ന് 17-ാം തീയതി 22-ാം തീയതി കറക്റ്റ് 5 ദിവസമാണ് അവർ പറഞ്ഞിരിക്കുന്ന ഈ സമയം. അതാണ് ജിതിൻ വ്യക്തമാക്കുന്നത്. അതായത് 22-ാം തീയതി മാത്രമായിരിക്കും ഇനി തിരച്ചിൽ പുനരാരംഭിക്കുക. അതുവരെയും തിരച്ചിലില്ല, പക്ഷെ അത് താൽക്കാലികമായി നിർത്തിവെക്കുന്നതാണ്. അർജുൻ്റെ ബന്ധു ജിതിൻ എവിടെയുണ്ട്? ജിതിൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഏതായാലും 22-ാം തീയതി എന്നൊരു ദിവസം, അതായത് ഇനിയിപ്പോൾ 5 ദിവസമുണ്ട്. അപ്പോൾ 5 ദിവസത്തിന് ശേഷം ഈ തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം എത്തിയിട്ടുള്ളത്.